ഏറെ നാളുകളായി സാരംഗിനെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ വാക്കുകളുടെ വരൾച്ചയിൽ ഞാൻ വിഷമിച്ചു. ദക്ഷിണയുടെ ഓരോ ദൃശ്യരേഖാവിസ്മയങ്ങളും കാണുമ്പോഴും ടീച്ചറിൻ്റെ അനിവേദ്യമാം അവതരണ ശൈലിയിലുള്ള ആത്മവർണ്ണങ്ങൾ ഇഴചേർന്ന അനുപമാർഥ ബഹുലതയും എന്നിലെ ഏകാന്തതയുടെ വനാന്തരങ്ങളിൽ ഏതോ വസന്തസുഗന്ധം വാരിയണിഞ്ഞെത്തിയ തെന്നലിൻ ആലിംഗന സാമീപ്യമായി തോന്നിയിരുന്നു. മനം നിറഞ്ഞരുവിയായതൊരദൃശ്യ ഭാവാനുഭൂതിയായി മിഴികളെ നനവണിയിച്ചതൻ കവിൾത്തടമാകെ നീർച്ചാല് വരച്ചു. ആത്മാവിനുള്ളറകളിലാകെ പടർന്നുപിടിച്ച മോഹത്തിൻ മുല്ലവള്ളിപ്പടർപ്പുകളിൽ മുകുളമായി ഹൃത്താകെ മണം പടർത്തി വിടർന്നെന്നാഗ്രഹസാമ്യതയതാ ടീച്ചറിൻ്റെ ജീവിതകാവ്യങ്ങളിലായി ഞാൻ കാണുകയായി. അതിനാലോ അതോ അകാരണമായ മറ്റെന്തിനോടോ ബന്ധനമായോ എൻ്റെ മനം വാചാലമാകാൻ വെമ്പുന്നുവെങ്കിലും മൗനകണികകളിതളണിഞ്ഞൊരു ഭാരം, ഹൃദയസ്പന്ദനങ്ങളെ സ്തംഭനം കൊള്ളിക്കും വിധമൊരഭിനിവേശം, വർണ്ണനാതീതമായ ഭാവങ്ങളുടെ വചനങ്ങളെൻ മനോസരോവരത്തിൽ ശ്വസിക്കുവാൻ പോലും മറന്നു മുങ്ങിക്കിടന്നു. എന്നെ എഴുതാൻ പ്രചോദിപ്പിച്ചയൻ പ്രണയമാം പ്രകൃതിയുടെ മാർദ്ദവ മനോഹാരിത പ്രഭചൊരിഞ്ഞനശ്വരമായി പയോധത്തിൻ ചിറകണിഞ്ഞവിടാകെ പറക്കുന്നുവെന്നെനിക്ക് തോന്നിപ്പോയി. അവിടേക്കൊന്നെത്തുവാൻ ആരെയും ആശതൻ ചിലന്തിവലപ്പശയ്ക്കുള്ളിൽ പറ്റിച്ചേർന്നടർന്നു വീഴാൻ അരുതെന്നോദിപ്പിക്കും അഭികാമ്യ മാന്ത്രികമാം ആകർഷണം അവിടെ സ്ഫുരിക്കുന്നതിൻ്റെ പിന്നിലെ ദുരിതങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും കഷ്ടതകളുടെയും വേദനകളുടെയും ചിതലരിക്കാത്ത ഏടുകളുടെ നിഴലുകൾ അവിടെ വീശും കാറ്റിലും ടീച്ചറുടെയും മാഷിൻ്റെയും മുഖത്തും തെളിഞ്ഞു കാണാൻ എന്നുള്ളിലെ ഭൂതകാലത്തിനെ മനനം ചെയ്തിരുന്നൊരേകാകിക്കു കഴിഞ്ഞു. ഏതോ ജന്മാന്തര ബന്ധത്തിൻ പാതയിൽ എന്നെങ്കിലും നാം പരിചിതരായിരുന്നുവോ എന്ന് തോന്നിപ്പോകും നിമിഷങ്ങളിലൂടെ അപരിചിതരായി നാം ഈ ഭൂമിയുടെ ഏതോ ഇടങ്ങളിൽ ഉയിർവാഴുന്നു. ശ്വാസനിശ്വാസക്കാറ്റിൽ അദൃശ്യരൂപിയാം അനുരാഗ ചിന്തകൾ പ്രകൃതി പറഞ്ഞ തീവ്ര രഹസ്യം ഒളിപ്പിച്ചുവെച്ച മനോഹര ചെപ്പുകുടങ്ങളിൽ നിന്നും പൊട്ടിപ്പടരട്ടെ അനന്തവാനത്തിൻ നെറുകയിലൊരു വാർമഴ വില്ലുപോലെ. കണ്ടുമുട്ടും നേരം കണ്ണുകളിൽ തിളങ്ങട്ടെ മന്ദഹാസ മലർശോഭയും. ആത്മഹർഷത്തോടെ സമർപ്പിക്കുന്നിതാ ആദരവറിയിക്കുവാൻ ആത്മാവിൻ ചിന്തകളാമീ വരികൾ. നിത്യവസന്തത്തിൻ ആരാമമേ, നിങ്ങളാണീ പ്രകൃതിതൻ നയനങ്ങളെ.